Good morning, guys. This is my first vlog. Not first vlog, but എൻ്റെ ഒരു എൻ്റയർ ലൈഫ് ഷൂട്ട് ചെയ്യുന്ന ഫസ്റ്റ് വ്ലോഗാണ്. എനിക്കറിയില്ല എന്താണ് എനിക്ക് ഇത്രയും വ്ലോഗിങ്ങിനോട് ഇത്ര ഇഷ്ടം. മേ ബി ഈ യൂട്യൂബേഴ്സ് വ്ലോഗേഴ്സിനൊക്കെ കണ്ടിങ്ങനെ ആയതാണോ എന്ന് അറിയത്തില്ല. കുക്ക് ചെയ്യുമ്പോൾ പോലും ഞാൻ പറഞ്ഞ് കുക്ക് ചെയ്യും. ഇപ്പം നമ്മൾ ഗാർലിക്കാണ് ഇടാൻ പോകുന്നത്. അപ്പം അമ്മ ചോദിക്കും എന്നോട് എന്തെങ്കിലും പറഞ്ഞോ എന്ന്. ഞാൻ പറയും ഞാൻ തന്നെ പറഞ്ഞത്. ഞാൻ തന്നെ ഇപ്പത് പറഞ്ഞു. ഇനി പോയി ബ്രഷൊക്കെ ചെയ്ത് ഫേസ് വാഷൊക്കെ ചെയ്യണം. കുറച്ച് പണിയുണ്ട്. രാവിലെ എണീക്കുമ്പോൾ വലിയ ക്ലോ ഒന്നുമില്ല. ഇന്നും ലേറ്റായി. ഞാൻ രാവിലെ എണീറ്റ് ഒരു വാക്കിങ്ങിനൊക്കെ പോകണമെന്ന് വിചാരിച്ചതാണ്. രാവിലെ അപ്പുറത്ത് സൗണ്ടൊക്കെ ഉണ്ട്. ഓക്കെ, എന്നാൽ നമുക്ക് റെഡി ആവാം. ഞാനെല്ലാം ഇന്നത്തെ ഒരു ഡേ തന്നെ എന്താണെന്ന് എനിക്കറിയില്ല. പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു അൺപ്രെഡിക്റ്റബിൾ വ്ളോഗാണിത്. ബിക്കോസ് കുറേ കാര്യങ്ങളുണ്ടാകും. ഷോപ്പിംഗ് ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ വ്ളോഗ് ഷൂട്ട് ചെയ്യുന്നത്. ഐ ലവ് ഷോപ്പിംഗ്. ഇവിടുത്തെ വോളിൽ ഫുൾ ഞാൻ പെയിൻറ്റ് ചെയ്ത് നശിപ്പിച്ചു. ക്യാൻ സീ ദാറ്റ്? ഇതൊക്കെ ഫ്ലവേഴ്സാണ്. ഞാൻ പെയിൻറ്റ് ചെയ്ത് ഫ്ലവർ വരച്ചതാണ്. ബട്ട് ഇങ്ങനെ ആയിപ്പോയി. ഇനി ബെഡൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാണിച്ചു തരാം. സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. എനിക്കിനി വയ്യ, ഭയങ്കര മടിയാണ്. നല്ല മടിച്ചാണ് ഞാൻ. പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ. ഇതാണ് എൻ്റെ ബെഡ്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തു. ഇത്ര അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ മതി. കുറച്ച് മടിയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് വീണ്ടും അറേഞ്ച് ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. ഞാൻ എണീറ്റ് ഉടനെ ചെയ്യുന്ന കാര്യം ജസ്റ്റ് ഞാൻ എൻ്റെ ഹെയറിനെ ഒന്ന് കോംബ് ചെയ്ത് സെറ്റ് ചെയ്യും. നല്ല ലുക്കായിട്ട് കിടപ്പുണ്ട്. Can you see this? മേക്കപ്പ് ടേബിളില്ല. അതായത് ഒരു മേക്കപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പില്ല. കുറേ നാളായിട്ട് വിചാരിക്കുന്നതാണ് എനിക്ക് വേണം. പക്ഷെ എനിക്ക് ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഉടനെ വാങ്ങിക്കാം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ശ്രദ്ധിച്ച് വേണം നമ്മൾ ഹെയർ പോലും കോമ്പ് ചെയ്യാൻ. എന്തൊക്കെയാണ് നശിക്കാന്ന് പറയാൻ പറ്റില്ല. ഇവിടെ ഇരുന്ന് ഗ്ലാസ് പൊട്ടി പോയാൽ പിന്നെ എന്നാൽ ഞാൻ എൻ്റെ മൂഡ് പോക്കും. ഞാൻ വ്ളോഗും ചെയ്യില്ല. ഞാൻ പറയുന്നത് എത്രത്തോളം ക്ലിയർ ആയിട്ട് കേൾക്കും, ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടോയെന്നൊന്നും. കാരണം എൻ്റെ കയ്യിൽ മൈക്കില്ല. ഐ എം നോട്ട് എ പ്രൊഫഷണൽ വ്ളോഗർ. ഞാൻ ഒരു അപ്കമ്മിങ് വ്ളോഗറാണ്. എനിക്ക് ഷോർട്സ് ഇട്ട് കുറച്ചൊക്കെ പരിചയമുണ്ട്. കമൻസൊക്കെ എനിക്ക് വന്നിട്ടൊക്കെ ഉണ്ട്. ബട്ട് കുറച്ച് വ്യൂസൊക്കെ വന്നിട്ടുണ്ട്. ബട്ട് ഞാൻ ഇങ്ങനെ വലിയ വീഡിയോ ചെയ്തിട്ട് എനിക്ക് അത്ര റീച്ചൊന്നും കിട്ടിയിട്ടില്ല. റീച്ചിലല്ലോ കാര്യം. എനിക്കിഷ്ടമാണ്. എനിക്കിതൊരു പാഷനായിട്ട് തോന്നുന്നു. ഇപ്പം എല്ലാവരും ഇങ്ങനെയൊക്കെയാണല്ലോ. അതായത് എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ആവണം എന്നല്ല. ഐ ലൈക്ക് ദിസ്. എനിക്ക് പക്ഷേ ഇങ്ങനെ ഹലോ ഗായ്സ് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു എൻ്റെ ഒരു കൈൻഡ് ഓഫ് മൂഡ് സ്വിങ്സ് അങ്ങനെ എന്തെങ്കിലും പറയാം. പക്ഷെ അല്ലാണ്ട് എനിക്ക് കുറച്ച് പീസ്ഫുള്ളായിട്ടുള്ള നാച്ചുറലായിട്ടുള്ള ഒരു എന്നെയാണ് എനിക്കിഷ്ടം. എനിക്കിപ്പോൾ ഇത്രയുള്ള ഹെയർ. നേരത്തെ എനിക്ക് ഇത്രയുണ്ടായിരുന്നു. നേരത്തെ എന്ന് വെച്ചാൽ ഒരു 2 years ബാക്ക്. അത് ഞാൻ വെട്ടിക്കളഞ്ഞു. ബിക്കോസ് ഓഫ് മൈ എന്ത് വേണമെങ്കിലും പറയാം. എനിക്കറിയില്ല. എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ ഷോർട്ട് ഹെയർസ്. പിന്നെ ഇപ്പം ഞാൻ ലോങ് ഹെയർ ആക്കാൻ വേണ്ടിയിട്ട് ഷോർട്ട് ഹെയർ ആക്കാത്തതാണ്. എന്നാൽ പിന്നെ ഒരു മീഡിയം ഹെയർ പിടിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഒരു മീഡിയം ഹെയറിൽ നിൽക്കും. ഇനിയും കുറച്ചും കൂടി വന്നാൽ കുറച്ചുകൂടി മീഡിയം, ഒരു ഇത്രയൊക്കെ മീഡിയം ആക്കാം. എന്നിട്ട് നമുക്ക് ലോങ് ആക്കാം. എന്തായാലും മീഡിയം ആയിട്ടുള്ള ലോങ് ആവണം. എൻ്റെ ഫോണിൽ സ്റ്റോറേജ് എപ്പോഴും കാണില്ല.
വെറുതെ ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നില്ല. കാരണം എനിക്ക് ഷോപ്പിംഗ് പോകണം. അപ്പോൾ എനിക്ക് ഷോപ്പിംഗ് പോകുന്ന ബ്ലോഗ് എടുക്കണം. അപ്പോൾ എനിക്ക് എൻ്റെ ഹോൾ ഡേ എടുക്കണ്ടേ. അപ്പോൾ ഞാൻ ബൈ. കരയോഗത്തിൽ നിന്ന് മാങ്ങ എടുത്തിട്ട് വരുന്ന താത്താമാര്. ഞാൻ ഫുഡൊക്കെ കഴിച്ചു. ഇനി ഞാൻ പോയി ഫ്രഷാണ്. സാധാരണ നമ്മൾ ഫ്രഷ് ആയിട്ടാണ് ഫുഡ് കഴിക്കുക. എൻ്റെ ഒരു ഇതിൽ ഞാൻ ഫുഡ് കഴിച്ചിട്ടാണ് ഫ്രഷ് ആവാം. സോ ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. ഞാൻ കുളിച്ചു, ഫ്രഷായി ഗായ്സ്. ഇനി ഞാൻ ഡ്രസ്സും ചെയ്തു. ദിസ് മൈ ഔട്ട്ഫിറ്റ്. നമുക്ക് പോയി മേക്കപ്പ് ചെയ്യാം. മേക്കപ്പ് എന്ന് പറയാൻ വലിയ മേക്കപ്പൊന്നും അല്ല. ഞാനൊരു മിനിമൽ മേക്കപ്പ് ലുക്കാണ്. എൻ്റെ കയ്യിൽ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നുമില്ല. ആകെ എൻ്റെ കയ്യിൽ ഒരു ടിൻറ്റഡ് സൺസ്ക്രീൻ അത്രയ്ക്കുള്ളൂ. പിന്നെ ഒരു കൺസീലർ ഉണ്ട് ഗൈസ്. ഞാൻ എന്തായാലും മേക്കപ്പ് റെഡി ആവട്ടെ. സോ ഗായ്സ്, എനിക്ക് നല്ല ചൂടെടുക്കുന്നു. അതാണ് ഞാൻ ഫാൻ ഇട്ടത്. ഞാൻ ഫസ്റ്റ് തന്നെ മോയ്സ്ചറൈസർ. ഞാൻ മിനിമലിസ്റ്റിൻ്റെ ഒരു വലിയ ഫാനാണ്. ബിക്കോസ് എന്താണെന്ന് എനിക്കറിയില്ല, എനിക്ക് മിനിമലിസ്റ്റ് ഒരു ഓക്കെ പ്രൊഡക്റ്റായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. എൻ്റെ ബെഡാണ്. ഞാൻ ഇപ്പോൾ എൻ്റെ ഡ്രസ്സ് നോക്കിയാലും എൻ്റെ ബെഡിങ്ങിനാണ്. എനിക്ക് ഡ്രസ്സില്ല കാര്യം. എന്നോട് ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് ഡ്രസ്സില്ല. അതാണ് കാര്യം. ഇത്ര മോയ്സ്ചറൈസർ എങ്കിലും വേണം. പക്ഷെ ഞാൻ ഭയങ്കര വിശക്കുകയാണ്. ഞാൻ ഇന്ന് എടുത്തപ്പോൾ എന്തോ കൂടിപ്പോയി. ഫുൾ മേക്കപ്പ് അല്ല, ഫുൾ റെഡി ആവുന്ന ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. കാരണം എനിക്കിഷ്ടമല്ല, കുറച്ച് വിയേർഡാണ്. ബിക്കോസ് ഞാൻ കുറച്ച് വിയേർഡാണ് കുറച്ചൊക്കെ. മിനിമലിസ്റ്റിൻ്റെ തന്നെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഈ മോയ്സ്ചറൈസർ ഇട്ടിട്ട് എൻ്റെ ഫേസ് ഇങ്ങനെ മസാജ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിന് പിങ്ക്, ഞാൻ ഇതിനു മുമ്പ് ഒരു ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിന് പിങ്ക് കളർ, പിങ്ക് ടെക്സ്ചർ, ഒരു ഫേസിന് പിങ്ക് ആക്കും. എനിക്ക് പിങ്ക് ആയാൽ വിയേർഡായിരിക്കും തോന്നും. എനിക്ക് എൻ്റെ ബോഡി വെയ്റ്റ് കുറയ്ക്കണം. എന്നാൽ മാത്രമേ ഞാൻ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ എനിക്ക് സത്യം ഫോണടിച്ചത് കേട്ടോ, റോഡിൽ കൂടെ പോയത്. ഇപ്പം എനിക്ക് 59, അതായത് 60, ഭയങ്കര ടാസ്ക്കാണ്. ഇതാണെൻ്റെ മെജോറിറ്റി ടൈം ഇത് നടക്കും. ഇനി ഈ ഡ്രസ്സ് മാറ്റണം. എൻ്റെ പാൻറ്റിലൊക്കെ വീണു. എൻ്റെ കയ്യിലൊക്കെ വീണു. ഞാൻ ഈ കയ്യിൽ നിന്ന് വലിയ താഴോട്ടിട്ടു. മൂട് പോയി, നല്ലോണം പോയി മൂട്. എൻ്റെ പാൻറ് ഈക്വലായ ഓൾമോസ്റ്റ് സൺസ്ക്രീനൊക്കെ. എനിക്ക് ഈ ഡ്രസ്സ് ഇഷ്ടമായില്ല. ഞാൻ പോയി ഡ്രസ്സ് വേണ്ടാൻ പോകും. നിങ്ങൾക്കും തോന്നുന്നല്ലോ ഗൈസ്, ഈ ഡ്രസ്സിന് ഞാൻ ഭയങ്കര ഡള്ളായിട്ടില്ലേ. ഇതൊരു മാസിൻ്റെ ലിറ്റിൻ്റാണ്. മൂഡ് സ്വിങ് അടിക്കുന്ന അത് വീണപ്പോൾ തൊട്ട്.
എനിക്ക് ശ്രദ്ധിച്ച് ചെയ്യാൻ അറിയാം, ബട്ട് സംടൈംസ് ഇങ്ങനെ വരും. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും വരും. എനിക്ക് മാത്രം ഇങ്ങനൊക്കെ വരുന്നത്. ഇത് ലിപ്റ്റിനാണ്. എനിക്ക് ഈ ലിപ്റ്റിനൊക്കെ ഭയങ്കര ഇഷ്ടം. ഇവിടെ ഒരു മിററുണ്ട്, ഞാൻ അതിലേക്കാണ്. എൻ്റെ പ്രോബ്ലം, ഈ വ്ളോഗ് ഞാൻ കാണണമല്ലോ. നിങ്ങൾ കാണുന്നതിൽ എനിക്ക് ഹാപ്പിനെസ്, ബട്ട് ഞാൻ കാണുന്നതിൽ ഹാപ്പിനെസ്. ഇതൊക്കെ എഡിറ്റ് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ കാണില്ല, അത് ജസ്റ്റ് അങ്ങനെ ഇടാം. മേ ബി മറ്റേ ഡ്രസ്സായിരുന്നോ കുറച്ചും കൂടി ഭംഗി? കമൻറ്റ് ചെയ്യൂ ഗൈസ്, ഏതാണ് മോർ ഭംഗി. ഇപ്പം ഞാൻ എന്തായാലും റെഡി ആവട്ടെ. സൺസ്ക്രീനൊക്കെ ഇടും. ഇനി ഞാൻ ഇതങ്ങനെ ഇടാറില്ല, പക്ഷെ കണ്ട കുറേ ഇട്ടതുപോലൊക്കെ തോന്നും. ആകെ ഇത്രേ ഉള്ളൂ. ഫേസസ് കാനഡയുടെ സ്ട്രോക്ക് ക്രീമാണ്, ഗോൾഡ്. ഇനി സിൽവർ ഉണ്ടാവും, ഡയമണ്ട് ഉണ്ടാവും, പ്ലാറ്റിനം ഉണ്ടാവും, എനിക്കറിയാം. എന്നാലും ഗോൾഡാണ്. നല്ല രസമുണ്ടല്ലേ കാണാൻ. ഈ ഒരു ഭംഗിയാണ് എടുത്തത്. ഓൾറെഡി എൻ്റെ ഫേസ് ഓയിലിയാണ്, എന്നാലും ഞാൻ ഇങ്ങനെ ഓയിലി, ഇത് കുറച്ചും കൂടി ഓയിലി ആക്കുമെന്ന് തോന്നുന്നു. എന്നാലും ഞാൻ പ്ലെയിൻ ഡ്രസ്, ഐ ലവ് ദിസ്. എനിക്ക് ഇങ്ങനെ ഇരിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം, ബട്ട് ഞാൻ എപ്പോഴും ഇങ്ങനെയാണ്. അതെന്താണെന്ന് എനിക്കറിയില്ല, എൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കും. ഫസ്റ്റ് ടൈം ചെയ്യുന്നതുകൊണ്ടാണെന്ന് അറിയത്തില്ല, ഇച്ചിരി കൂടിപ്പോയോ അതോ ഓവറായോ ഒന്നും എനിക്ക് മനസ്സിലാവില്ല. ഇതാണ് എൻ്റെ ടിൻഡഡ് സൺസ്ക്രീൻ. ടിൻഡഡ് സൺസ്ക്രീൻ എന്താണെന്ന് ചോദിച്ചാൽ, ടിൻഡഡ് തിങ്സ് ഇഷ്ടമാണ്. സോ ഷേക്കാം. ഈ സൺസ്ക്രീൻ ഇടുന്നതിന് മുമ്പ് നല്ലോണം ഷേക്കാം. ഇങ്ങനെ ഷേക്ക് ചെയ്തുകൊണ്ടിരിക്കണ്ട, ആയി കാണും. ഇടാം. അതിന് മുമ്പ് ഇതൊന്ന് ഡ്രൈ ആവട്ടെ. ഫേസൊക്കെ നോക്ക്, ഫുൾ ആക്നെയാണ്. ഞാൻ ഇതിൽ ഫിൽറ്റർ ഒന്നും ആഡ് ചെയ്യില്ല. നിങ്ങൾ കണ്ടോ എൻ്റെ ഈ ആക്നെ സ്കിൻ കണ്ട് ആരെങ്കിലും പറയും പ്ലീസ് ഇതൊക്കെ ഒന്ന് ശരിയാക്കാൻ? എനിക്ക് ആരും പറഞ്ഞു തരാനില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെ നടക്കും. ഒക്കെ ഒരു ചെയിൻ ഞാൻ എടുത്തിട്ട് ചേരുന്നുണ്ടാവും. സോ എൻ്റെ ടെക്സ്റ്റർ നമ്മൾ കാണിച്ചാൽ ചെറിയ മിററിൽ നോക്കിയിട്ട് ഇത്ര മതി. ഞാൻ ഇത്രയും എടുത്തില്ല, ഞാൻ വ്ലോഗ് എടുക്കുന്ന ആ ഒരു ഇതിൽ വിട്ടുപോയത്. കുറച്ചധികം കുഴപ്പമില്ല. കൺസീലർ അപ്ലൈ ചെയ്യുന്ന കാണിക്കാൻ മറന്നപ്പോൾ ഞാൻ വേഗം കൺസീലർ അപ്ലൈ ചെയ്യാം. അതാണ് നിങ്ങളാരും ഞെട്ടണ്ട. നീ ഇങ്ങനെ ആക്കും. കാണിച്ചാൽ ബ്ലഷ് ഇട്ടാലോ? ബ്ലഷ് ഇട്ടാൽ അറിയില്ലായിരുന്നു. ബ്ലഷ് ഇട്ടാൽ ഓരോ ഉണ്ടാവും, കുളമായിരിക്കും. ബ്ലഷ് കൂടി പോവോ? എനിക്കറിയത്തില്ല. ഞാൻ ആയതുകൊണ്ട് എനിക്ക് ഒന്നും അറിയത്തില്ല. ഇത് ഐഷാഡോ, എൻ്റെ മസ്കാര. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ മസ്കാര. മസ്കാര ഇടുന്നതിനൊരു ആഹാന കൃഷ്ണൻ്റെ ബ്ലോഗർ ഉണ്ടായിരുന്നു. ടിപ്പിൽ മാത്രം ഇടുന്നതാണ് കുറച്ചുകൂടി ഭംഗി. സോ ഞാൻ ഇടുമ്പോൾ കുറച്ചുകൂടി ബോഡിയിൽ ഫീൽ ചെയ്യണമെന്നോ കുറച്ചുകൂടി ഭംഗിയുണ്ടെന്നോ. സോ ഞാനും എനിക്ക് കുറച്ച് ടിപ്പിലിട്ട് നോക്കാം എന്ന് വിചാരിച്ചു. എല്ലാവരെയും പോലെ എനിക്കും മേക്കപ്പ് ചെയ്യുമ്പോഴോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ എന്നിട്ട് ഓർക്കാറുണ്ട്. ബട്ട് ലൈക്ക് ദാറ്റ് ഞാൻ കൺട്രോൾ ചെയ്യും. അങ്ങനെ
ആവാതിരിക്കും. അപ്പോൾ നമുക്ക് ഐലൈനർ ഉണ്ടായിരുന്നു കാണിക്കണില്ല, പക്ഷെ അത് ഭംഗിയുടെ ഇതുണ്ട്. സോ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ലാക്മേയുടെ കോണിക് കാശ്. എനിക്കറിയില്ല, നോക്കിയിട്ട് പറയാം. ചെറുതായിട്ടൊന്നും കുറവായി കണ്ടോ, ഇവിടെ പിന്നീട് വലിയ കുഴപ്പം തോന്നുന്നില്ല, ബട്ട് ഇവിടെ കുറവായി. ചെറിയൊരു പിങ്ക് കളർ, ചെറുതല്ല കുറച്ച്. കുളമായി പച്ചക്കുളം. സത്യം പറഞ്ഞാൽ ഞാൻ കുളമായി. ഐലൈനർ കുളമായി, ലിപ്സ്റ്റിക് കുളമായി. എനിക്ക് തോന്നുന്നു ഞാൻ മൊത്തത്തിൽ കുളമായി. റിങ് വരുന്നു. എനിക്ക് തോന്നുന്നു വേണ്ടായിരുന്നു. ഞാൻ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ മതി, ടൈം ഒരുപാടായി. സോ ഞാൻ പോയിട്ട് വരാം. ഞാൻ ഇവിടുന്ന് വാങ്ങിച്ച മിനിസോണിൻ്റെ ഫാൻ കേടാണ്, വർക്കാവത്തില്ല. ക്യാമറയോ ഓർമ്മയുണ്ടോ? ഇത് ഞാൻ വാങ്ങിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കും, ബട്ട് ഞാൻ വാങ്ങിയില്ല. ഇതിൻ്റെ പ്രൈസ് കസ് എനിക്കത് ഇഷ്ടപ്പെട്ടു. എനിക്കിഷ്ടപ്പെട്ടു, കുറച്ച് ക്യൂട്ടായിട്ടുണ്ടല്ലോ. ഈസിയാണ്, നമ്മളൊക്കെ ക്യാരി ചെയ്യാൻ പറ്റുന്നത്. മിനി ബാഗ് വേറെന്താ ഇഷ്ടപ്പെട്ടു? നല്ല രസമുണ്ട്. ഇതൊന്നും എൻ്റെ ഇഷ്ടപ്പെട്ടു. ഇല്ല ഇല്ല, ഇഷ്ടപ്പെട്ടില്ല. ഓ, ഇതിനും ഒരു ഡ്രോയർ ഉള്ളു. ടീ ഒരു കപ്പ് മതി, ബ്രേക്ക്ഫാസ്റ്റ്. ഇത് നല്ല ഹാരി പോട്ടർ. എനിക്കും ഒരു എല്ലോ എടുക്കണമെന്നുണ്ടായിരുന്നു. ഇഷ്ടമാണ്.
ചെയ്യണം ജയിച്ചെന്ന് തോന്നുന്നു കേട്ടോ. ഈ 2 ടോപ്സാണ് ഞാൻ വാങ്ങിച്ചത്. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇതൊക്കെ എല്ലാവരും പറയണം. അതന്നെ എനിക്കും പറയാനുള്ളൂ. അപ്പം ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിക്കാതിരിക്കാൻ പറ്റില്ല. ഞാൻ കുളിച്ചു, എൻ്റെ ഹെയർ കാണുമ്പോൾ മനസ്സിലായല്ലോ. കുളിച്ചു വന്നു, ഡ്രസ്സൊക്കെ നോക്കി, ദാറ്റ്സ് ഇറ്റ്. ഇനി പോയി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് തരാം. ഓക്കെ. ഇപ്പോൾ സമയം ഒരു 10 o'clock ആയിട്ടുണ്ടാവും. ഞാൻ എന്നും സെറോണൊന്നും യൂസ് ചെയ്യാറില്ല. നൈറ്റ് സ്കിൻ കെയർ അങ്ങനെയൊന്നും ഇരിക്കില്ല. ബട്ട് ഞാൻ ഇന്ന് എന്തായാലും കാരണം എനിക്ക് നല്ല കുറച്ച് പിമ്പിൾസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാനൊരു ഡെർമാക്കോണ്ട് സാലിസിലിക് ആസിഡ് സെറമാണ് യൂസ് ചെയ്യുന്നത്. തീർന്നു ഓൾമോസ്റ്റ്. ഇതൊരു എത്ര മാസം ആയിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല. എന്നാലും നിറയെ കുറേ ആയിട്ടുണ്ടാവും. Okay guys, good night today.